രണ്ട്, KPCC ഭവന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഷംസീർ. ഈ കഴിഞ്ഞ ഈ ഒക്ടോബർ 25-നും KPCC ഭവന പദ്ധതി പ്രകാരമുള്ള 2 വീടുകളുടെ താക്കോൽ പൂർത്തിയാക്കി കൈമാറി കൊടുത്ത ആളാണ് ഞാൻ. ഇന്നും നിങ്ങൾ നവമാധ്യമങ്ങൾ നോക്കിയാൽ കൊല്ലം ജില്ലയിൽ KPCC ഭവന പദ്ധതി പ്രകാരം കൊടുത്തൊരു താക്കോൽ ഒരു വീടിന്റെ ചിത്രമുണ്ട്. VD സതീശന്റെ സ്വന്തം മണ്ഡലത്തിൽ കൊടുത്ത ചിത്രമുണ്ട്. എന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ തന്നെ KPCC ഭവന പദ്ധതിയിൽ നേരിട്ട് പണിത 35 വീടുകളും പണിതുകൊണ്ടിരിക്കുന്നതും പണി പൂർത്തിയതുമായ 35 വീടുകളും മറ്റ് നിരവധി വീടുകളുമുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലിങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നതും പണിത് കൊടുത്തതുമായ വീടുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഈ നവംബർ 15 തന്നെ ഞാൻ അമ്പലപ്പുഴയിൽ ഞങ്ങൾ KPCC ഭവന പദ്ധതി പ്രകാരം പണിതീർത്ത 2 വീടുകളുടെ ഉദ്ഘാടന ചടങ്ങുണ്ട്. താങ്കൾക്ക് വന്ന് അതിനകത്ത് താങ്കളെ വിശിഷ്ട ഞാൻ ഉദ്ദേശിച്ചിരുന്നത് KPCC പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ AIC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെ ആരെങ്കിലുമാണ് ഈ പദ്ധതിക്ക് വിളിച്ചത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവരുടെ കൂടി സമ്മതത്തോടുകൂടി ശ്രീ ഷംസീറിനെ ഈ ആലപ്പുഴ ജില്ലയിലെ പദ്ധതിക്ക് വേണ്ടി വിളിക്കുകയാണ്. നിങ്ങളെ സാക്ഷി നിർത്തി നിങ്ങളെ കൊണ്ട് താക്കോൽ കൊടുപ്പിക്കാം. പിന്നെ ഒന്നുകൂടെ ഞാൻ അറിയിപ്പിക്കാം ഷംസീർ, താങ്കളുടെ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ, ബഹുമാനായ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ തോമസ് ഐസക്, അദ്ദേഹം വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പറ്റാൻ ഞാൻ കളിപ്പിച്ചതൊന്നും പറയുന്നില്ല. ആലപ്പുഴയിൽ 9ാം ക്ലാസ്സുകാരൻ ലിയോ തോട്ടത്തിൽ പഠിക്കുന്ന മഹേഷ് എന്ന പേരായ ലോട്ടറി വിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ കുട്ടിക്ക് വീട് പണിത് കൊടുക്കാമെന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞ കാര്യം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാഞ്ഞിട്ട് ഞങ്ങളൊരു വീട് പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ ആ വീടും കൊടുക്കണം. പരമാവധി വേഗത്തിൽ പഠിച്ച് പ്രീഫാബ് ടെക്നോളജി ഇട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ സാധനങ്ങൾ ഇറക്കി പണി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒക്ടോബറിൽ അതിനും കല്ലിട്ടത്. ആ വീടിന്റെ ഉദ്ഘാടനവും എനിക്ക് ശ്രീ ഷംസീറിനെ കൊണ്ട് നിർവഹിച്ചാൽ കൊള്ളാറുണ്ട്. പ്രതിപക്ഷ നേതാവാണ് വീട് പണിത് കൊടുക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് താക്കോൽ കൊടുപ്പിക്കാനാണെങ്കിലും എനിക്ക് 100% ഉറപ്പുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. തോമസ് ഐസക്ക് കൊടുക്കാതിരുന്ന ആ വീടിന്റെ ഉദ്ഘാടനവും ഷംസീറിനെ കൊണ്ട് നിർവഹിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് KPCC ഭവന പദ്ധതിയിൽ പണിത ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ KPCC വെബ്സൈറ്റ് ഫേസ്ബുക്കിൽ നോക്കണം. ആലപ്പുഴ ജില്ലയിൽ വന്നാൽ ഞാൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. വീട് കിട്ടിയ നിരവധി ആളുകളെ കൊണ്ട് സാക്ഷ്യം പറയിക്കാം. അവരുടെ വീട് കാണാം. നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം അവിടെ നിന്ന് ഭക്ഷണം കൂടി കഴിക്കാം. ഷംസീർ, KPCC ഭവന പദ്ധതിയിൽ പ്രകാരം ഒരാഴ്ച നിന്നാൽ നമുക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവും നാം KPCC ഭവന പദ്ധതി വീട് കിട്ടിയ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കാം. എന്തായാലും ഞങ്ങൾ പ്രളയ ഫണ്ട് തട്ടിച്ചൊരു പാർട്ടിയല്ല. കളക്ടറേറ്റിൽ നിങ്ങളുടെ NGO യൂണിയൻകാരൻ തട്ടിക്കൊണ്ടുപോയ കാശുണ്ടല്ലോ, സഖാവ് സക്കീർ ഹുസൈന്റെ പേരുൾപ്പെടെ പറഞ്ഞ് ഒരു സഹകരണ സെക്രട്ടറിക്ക് തൂങ്ങി മരിക്കേണ്ടി വന്ന കേസുണ്ടല്ലോ. ഞങ്ങൾ തന്നെ പ്രളയ ഫണ്ടൊന്നും തട്ടിപ്പിച്ചവരല്ല. അപ്പൊ അതുകൊണ്ട് ഷംസീറിനെ ഞാൻ ക്ഷണിക്കുന്നു, KPCC ഭവന പദ്ധതിയിലെ ആലപ്പുഴയിലെ വീടുകൾ നമുക്കൊന്ന് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പിന്നെ മറ്റു ജില്ലകളിലും കൂടെ ഒരു സന്ദർശനം നടത്തിയേക്കാം. 1. 2, പിന്നെ ഇവിടെ ശ്രീ ഗോപികൃഷ്ണൻ ചോദിച്ച ചില ചോദ്യങ്ങൾ